ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനും ഇമ്മ്യൂണിറ്റി കൂട്ടാനും രക്തക്കുറവുള്ളവർക്കും എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനുമൊക്കെ കഴിക്കാവുന്ന നല്ലൊരു ഫ്രൂട്ടാണ് ഇത്. കൂടാതെ ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളും ധാരാളമായിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. കടും വർണ്ണത്തിലുള്ള പ്ലം ഏറെ സ്വാദിഷ്ടമായ ഫലങ്ങളിൽ ഒന്നാണ്. പഴമായിട്ടും അല്ലാതെ സംസ്കരിച്ചും ഉണക്കിയുമൊക്കെ ഇവ കഴിക്കാറുണ്ട്. ഏത് രീതിയിൽ ഉപയോഗിച്ചാലും ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞതാണ് പ്ലം പഴങ്ങൾ. ഉണങ്ങിയ പ്ലം പ്രൂൺസ് എന്നാണ് അറിയപ്പെടുന്നത്. വൈറ്റമിൻ സി, വൈറ്റമിൻ കെ, വൈറ്റമിൻ എ, ഫൈബർ എന്നിവ ധാരാളം അടങ്ങിയിട്ടുള്ള ന്യൂട്രീഷ്യസ് ഫുഡ് കൂടിയാണ് പ്ലംസ്. സൂപ്പർ ഓക്സൈഡ് അനിയോൺ റാഡിക്കൽ എന്ന വിനാശകരമായ ഓക്സിജൻ റാഡിക്കലിനെ നിർവീര്യമാക്കാൻ ശേഷിയുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമൃദ്ധമാണ് പ്ലംസ്. ശരീരത്തിലെ ചില കൊഴുപ്പുകൾക്ക് ഓക്സിജൻ അടിസ്ഥാനമാക്കി ഉണ്ടാകുന്ന തകരാറുകൾ തടയാൻ ഇവ സഹായിക്കും. ലോകത്തിൽ 2000-ലേറെ വിവിധ തരം പ്ലം പഴങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പ്രൂൺസ് എന്നറിയപ്പെടുന്ന ഉണങ്ങിയ പ്ലമ്മിൽ അസ്ഥിക്ഷതത്തെ തടയുന്ന ചെമ്പും ബോറോണും ധാരാളം അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇനുലിൻ എന്നറിയപ്പെടുന്ന ഫൈബറും ഈ പഴത്തിൽ കാണപ്പെടുന്നു. നിരവധി ധാതുക്കൾ അടങ്ങിയിട്ടുള്ളതിനാൽ പ്ലം ഹൃദയത്തിനും ഏറെ നല്ലതാണ്. പ്ലമ്മിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ കെ ശരീരത്തിൽ അനാവശ്യമായി രക്തം കട്ടപിടിക്കുന്നത് തടയുന്നതിന് സഹായിക്കുന്നു. കൂടാതെ ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും പക്ഷാഘാതത്തിനുള്ള സാധ്യത കുറയ്ക്കാനുമൊക്കെ ഇവ സഹായിക്കും. രക്തസമ്മർദ്ദം ശരിയായ രീതിയിൽ നിലനിർത്തി ഹൃദയത്തിൻ്റെ പ്രവർത്തനം സാധാരണ നിലയിലാക്കുന്നതിന് വളരെ നല്ലതാണ് പ്ലംസ്. അങ്ങനെയാണ് പക്ഷാഘാതത്തിനുള്ള സാധ്യത കുറയ്ക്കാൻ പ്ലം പഴങ്ങൾ സഹായിക്കുന്നത്. ഇതുമാത്രമല്ല, BP നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പൊട്ടാസ്യവും ഇവയിൽ ധാരാളമായി കാണപ്പെടുന്നു. അതുകൊണ്ട് BP ഉള്ളവർ BP കുറയ്ക്കാൻ പ്ലംസ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ചില പ്ലം പഴങ്ങളിൽ അടങ്ങിയിട്ടുള്ള ആന്തോസയാനിൻ എന്നറിയപ്പെടുന്ന ചുവന്ന നീല നിറം സ്വതന്ത്ര റാഡിക്കലുകൾ ക്രമാതീതമായി ഉയരുന്നത് മൂലമുണ്ടാകുന്ന ക്യാൻസർ തടയാൻ സഹായിക്കും. ശ്വാസകോശം, വായ തുടങ്ങിയ വിവിധ ഭാഗങ്ങളെ ബാധിക്കുന്ന അർബുദങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന സംയുക്തങ്ങളാണ് പ്ലമ്മിൽ അടങ്ങിയിട്ടുള്ള ബീറ്റ കരോട്ടിനസ്. കൂടാതെ ആരോഗ്യമുള്ള കണ്ണുകൾക്കും നല്ല കാഴ്ചയ്ക്കും വൈറ്റമിൻ എ വളരെ അത്യാവശ്യമാണ്. ശ്ലേഷ്മപാളിക്ക് ഇത് ആരോഗ്യഗുണം നൽകും. കണ്ണിലെ റെറ്റിനയ്ക്ക് ഏറ്റവും നല്ലതാണ് ഇതിലടങ്ങിയിട്ടുള്ള സിയാക്സാന്തിൻ എന്നറിയപ്പെടുന്ന ഫൈബർ. വിനാശകരമായ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും ഇവ കണ്ണുകളെ സംരക്ഷിക്കുന്നതിന് വളരെ നല്ലതാണ്. അതിനാൽ കണ്ണിൻ്റെ ആരോഗ്യത്തിനും നല്ല കാഴ്ചശക്തി ലഭിക്കുന്നതിനുമൊക്കെ പ്ലം പഴങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ദഹന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത്തരം ദഹന പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനും വളരെ നല്ലതാണ് പ്ലം പഴങ്ങൾ. ഉണങ്ങിയ പ്ലം പഴമായ പ്രൂൺസിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ ഇവ ദഹനത്തിന് വളരെ നല്ലതാണ്. ദഹന സംവിധാനത്തെ നിയന്ത്രിക്കുന്ന സോർബിറ്റോളും ഇസാറ്റിനും ഇവയിൽ ധാരാളമായി കാണപ്പെടുന്നു. അതുകൊണ്ട് മലബന്ധം വരാനുള്ള സാധ്യത കുറച്ച് വിവിധ തരം ആഹാരങ്ങൾ കഴിക്കാനുള്ള കഴിവ് ശരീരത്തിന് നൽകും. ഇതിലെ നല്ല ബാക്ടീരിയകൾ കുടലിനെ ആരോഗ്യകരമായി നിലനിർത്തുകയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷകങ്ങൾ ശരിക്ക് ശരീരം ആഗിരണം ചെയ്യുന്നതിനെ സഹായിക്കുകയും ചെയ്യുന്നു. ശരീരത്തിനെ ഗുണം ചെയ്യുന്ന നിരവധി ആൻറ്റി ഓക്സിഡൻറ്റുകളും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും പ്ലം പഴങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിലെ അപകടകാരികളായ ഫ്രീ റാഡിക്കലുകളുടെ എണ്ണം കുറയ്ക്കാൻ പ്ലം പഴങ്ങളിലെ പോഷകങ്ങളായ ലുട്ടീൻ, ക്രിപ്റ്റോക്സാന്തിൻ, സിയാക്സാന്തിൻ തുടങ്ങിയ ആൻറ്റി ഓക്സിഡന്റ് മിശ്രിതങ്ങൾ സഹായിക്കും. ഇതുകൂടാതെ പ്രായം കൂടുന്നതിനനുസരിച്ച് ശരീരത്തിൽ അസുഖങ്ങൾ ഉണ്ടാകുന്ന ROS സംയുക്തങ്ങളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നു. ഇതുമാത്രമല്ല, ഇനി നിങ്ങൾക്ക് പ്രമേഹമുണ്ടെങ്കിൽ പ്രമേഹമുള്ളവർക്കും വളരെ നല്ലൊരു ഫ്രൂട്ട് കൂടിയാണ് പ്ലംസ്. ക്ലോറോജനിക് ആസിഡ് ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ടൈപ്പ് 1, ടൈപ്പ് 2 പ്രമേഹമുള്ളവർക്ക് പ്ലംസ് അനുയോജ്യമാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവും വിശപ്പും സന്തുലിതമാക്കാൻ സഹായിക്കുന്ന ഒരു തരം പോളിഫീനോളാണ് ക്ലോറോജനിക് ആസിഡ്. കൂടാതെ നാരുകളുടെ സമൃദ്ധമായ ഉറവിടം കൂടിയാണ് പ്ലംസ്. അതുകൊണ്ട് പ്രമേഹമുള്ളവർ ദിവസവും പ്ലംസ് കഴിക്കണം. കാരണം ഇതിലെ ഫൈബർ നിങ്ങളുടെ ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റ് ഉപഭോഗത്തിൻ്റെ തോത് കുറയ്ക്കുകയും കൂടാതെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പ്ലംസ് പ്രമേഹമുള്ളവർക്ക് വളരെ നല്ല ഫ്രൂട്ട് കൂടിയാണ്. ഇനി വെയിറ്റ് ലോസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഫ്രൂട്ട് കൂടിയാണ് പ്ലംസ്. 100 ഗ്രാം പ്ലമ്മിൽ ഏകദേശം 46 കലോറിയാണുള്ളത്. മറ്റ് പഴങ്ങളെ അപേക്ഷിച്ച് ഇതിൽ കലോറി വളരെ കുറവാണ്. ഇക്കാരണത്താൽ നിങ്ങളുടെ ഭാരം നിയന്ത്രിക്കാൻ ഇത് സഹായിക്കും. കൂടാതെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കുന്ന വൈറ്റമിൻ സി നിറഞ്ഞതാണ് പ്ലംസ്.
വൈറ്റമിൻ സി ശരീരത്തിലെ കോശങ്ങളുടെ ആരോഗ്യത്തിനും ശക്തമായ പ്രതിരോധ സംവിധാനത്തിനും അത്യാവശ്യമാണ്. ജലദോഷം, പനി എന്നിവയിൽ നിന്നും ചെവികൾക്കുണ്ടാകുന്ന അണുബാധയിൽ നിന്നുമൊക്കെ വൈറ്റമിൻ സി സംരക്ഷിക്കും. പ്ലംസ് ഫ്രൂട്ടിൽ അടങ്ങിയിട്ടുള്ള ലയിക്കുന്ന ഫൈബർ കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ സഹായിക്കും. അധിക പിത്തനീര് കുടലിൽ കുതിർത്ത് ഇത് പുറത്ത് കളയുകയാണ് ചെയ്യുന്നത്. കൊഴുപ്പിനെ ദഹിപ്പിക്കുന്നതിനായി കരളിയാണ് പിത്തരസം ഉണ്ടാക്കുന്നത്. ശരീരം ഫൈബറിനൊപ്പം പിത്തനീര് വിസർജിക്കുമ്പോൾ കരൾ കൂടുതൽ പിത്തനീരുണ്ടാക്കാൻ ശരീരത്തിലെ കൊളസ്ട്രോൾ ഉപയോഗിക്കും. അതിനാൽ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്ന ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാൻ പ്ലംസ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് കൊളസ്ട്രോൾ ഉള്ളവർ കൊളസ്ട്രോൾ കുറയ്ക്കാനായി പ്ലംസ് ഫ്രൂട്ട് നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഇതുമാത്രമല്ല, ശരീരത്തിലേക്കുള്ള ഇരുമ്പിൻ്റെ ആഗിരണം കൂട്ടുന്നതിനും പ്ലംസ് സഹായിക്കുമെന്ന് ചില പഠനങ്ങളും കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് അനീമിയ അല്ലെങ്കിൽ വിളർച്ച, ഇരുമ്പിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന ഈ അസുഖം കുറയ്ക്കുന്നതിന് പ്ലം നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്താം. നാരുകളാൽ സമ്പുഷ്ടമായതിനാൽ പ്ലം ഉപഭോഗം ഉപാചയ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. പ്ലംസിൽ കാണപ്പെടുന്ന വൈറ്റമിൻ സി ചർമ്മത്തെ ഉള്ളിൽ നിന്ന് ആരോഗ്യമുള്ളതാക്കുകയും പ്രായമാകൽ ലക്ഷണങ്ങളെ കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ആരോഗ്യ ഗുണങ്ങൾക്കായി പ്ലം ഫ്രൂട്ട് പല രീതിയിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പ്ലം ഫ്രൂട്ടായി തന്നെ നിങ്ങൾക്ക് കഴിക്കാം, അല്ലെങ്കിൽ ജ്യൂസായിട്ടോ സ്മൂത്തി ആയിട്ടൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. കൂടാതെ പ്ലം ഫ്രൂട്ട് സാലഡിൽ ചേർത്ത് കഴിക്കാം, പ്ലം ഡ്രൈ ഫ്രൂട്ട് സ്മൂത്തികളിൽ ചേർത്ത് കഴിക്കാം. അങ്ങനെ പല രീതിയിലൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. ഞാനിവിടെ പ്ലം ഫ്രൂട്ട് ഉപയോഗിച്ച് ആൻറ്റി ഇൻഫ്ലമേറ്ററി സ്മൂത്തിയാണ് തയ്യാറാക്കുന്നത്. ഈ ഒരു സ്മൂത്തി തയ്യാറാക്കാനായി 3-4 പ്ലംസ് ആണ് എടുത്തിരിക്കുന്നത്. പ്ലംസ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. ഇനി ഇത് ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുക. അടുത്തതായി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റാണ് പുതിനയില. 3-4 പുതിനയില ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അടുത്തതായി ഇതിലേക്ക് അല്പം പിങ്ക് സാൾട്ട് കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇതിൽ പഞ്ചസാര നമ്മൾ ചേർക്കുന്നില്ല. ബ്ലെൻഡ് ചെയ്തെടുത്ത ഈ സ്മൂത്തി ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിക്കാം. ഇനി നിങ്ങൾക്ക് അരിക്കാതെ കുടിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചു കുടിക്കാം. ഈ ജ്യൂസിന് അല്പം പുളി ഉണ്ടാവും. പ്ലംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്പം പുളിയുള്ളൊരു ഫ്രൂട്ടാണ്. അധികം മധുരമൊന്നുമില്ല, ഒരു നേരിയൊരു മധുരം കാണും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് സ്മൂത്തിക്ക് കുറച്ച് പുളിരസം കാണും. ഇത് നല്ല ഹെൽത്തിയായ ആൻറ്റി ഇൻഫ്ലമേറ്ററി സ്മൂത്തിയാണ്. BP കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഇമ്മ്യൂണിറ്റി കൂട്ടാനും പ്രമേഹമുള്ളവർക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാനുമൊക്കെ ഇതുപോലെ നല്ലൊരു സ്മൂത്തി തയ്യാറാക്കി നിങ്ങൾക്ക് ഇടനേരങ്ങളിൽ കഴിക്കാവുന്നതാണ്. എല്ലുകളുടെ ബലം കൂട്ടാനും ഇരുമ്പിൻ്റെ കുറവ് നികത്താനുമൊക്കെ നല്ലൊരു സ്മൂത്തി കൂടിയാണ്. അപ്പോൾ പ്ലം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതുപോലൊരു സ്മൂത്തി തയ്യാറാക്കി കഴിക്കുക, അല്ലെങ്കിൽ പ്ലംസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കഴിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു ഇൻഫോർമേഷനും റെസിപ്പിയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.